നമസ്കാരം. $5 ബില്യൺ വരുന്ന അനന്തമായ സ്വത്ത് സമ്പാദ്യം, ലോകോത്തര ബ്രാൻഡുകളുടെ നൂറുകണക്കിന് ആഡംബര കാറുകൾ, അത്യാധുനിക കൊട്ടാരങ്ങൾ, സ്വകാര്യ ദ്വീപുകൾ, അത്യാഡംബര നൗകകൾ, ആരെയും കൊതിപ്പിക്കുന്ന ജീവിതം. പറഞ്ഞു വരുന്നത് ബിസിനസ് മാഗ്നറ്റുകളെ കുറിച്ചല്ല. ഒരു ദരിദ്ര രാജ്യത്തിന്റെ, അല്പം കൂടി വ്യക്തമായി പറഞ്ഞാൽ ദാരിദ്ര്യം കൊണ്ട് ഒരു ജനത മുഴുവൻ വീർപ്പുമുട്ടുന്ന ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയുടെ ജീവിതമാണ്. അതെ, ഉത്തര കൊറിയയുടെ ഭരണാധികാരി കിം ജോങ് ഉന്നിന്റെ ആഡംബര ജീവിതത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ലോകത്തിന്റെ കണ്ണു വെട്ടിച്ച് അടച്ചുപൂട്ടപ്പെട്ട അതിർത്തികൾക്കുള്ളിൽ ദാരിദ്ര്യം ശ്വാസം മുട്ടിക്കുന്ന ഒരു ജനതയെ സാക്ഷിയാക്കി കിം ജോങ് ഉൻ നയിക്കുന്ന ജീവിതം ആധുനിക കാലത്തെ ഏറ്റവും വലിയ വൈരുദ്ധ്യങ്ങളിൽ ഒന്നാണ്. പട്ടിണിയും പരിവട്ടവും പേറുന്ന ഗ്രാമവീഥികളിൽ നിന്നും മൈലുകൾക്കപ്പുറം അതീവ രഹസ്യമായ കൊട്ടാരങ്ങളിൽ സ്വർണത്തളികയിലെ വിഭവങ്ങളും ലോകോത്തര മദ്യങ്ങളുമായി അദ്ദേഹം വാഴുമ്പോൾ അത് വെറും ഒരു ഭരണാധികാരിയുടെ സുഖലോലുപതയല്ല, മറിച്ച് കോടിക്കണക്കിന് മനുഷ്യരുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് മേൽ കെട്ടിപ്പൊക്കിയ ആഡംബരത്തിന്റെ ഒരു സാമ്രാജ്യമാണ്. വിദേശ ഉപരോധങ്ങൾ രാജ്യത്തെ സാമ്പത്തികമായി ഞെരുക്കുമ്പോഴും കടൽ തീരങ്ങളിലെ ഉല്ലാസ നൗകകളും സ്വകാര്യ ദ്വീപുകളും മുതൽ വിരലിൽ എണ്ണാവുന്നവർക്ക് മാത്രം ലഭിക്കുന്ന അത്യപൂർവ ആഭരണങ്ങൾ വരെ കിം കുടുംബത്തിന്റെ നിത്യജീവിതത്തിന്റെ ഭാഗമാകുന്നത് എങ്ങനെയെന്ന് ലോകം ഇന്നും അമ്പരത്തോടെ നോക്കിക്കാണുന്നു. ഉത്തര കൊറിയ എന്ന രാജ്യം ലോകത്തിന് മുന്നിൽ ഒരു നിഗൂഢതയാണ്. ആധുനിക ലോകത്ത് ഇത്രയേറെ ഏകാന്തത അനുഭവിക്കുന്ന മറ്റൊരു രാജ്യമുണ്ടാവില്ല. ഈ വിരോധാഭാസത്തിന്റെ ഒരറ്റത്ത് ഭരണാധികാരി കിം ജോങ് ഉന്നിന്റെ അതിരുകടന്ന ആഡംബരങ്ങളും മറ്റേ അറ്റത്ത് ജനങ്ങളുടെ കഠിനമായ ജീവിത സാഹചര്യങ്ങളും കാണാം. ഭരണാധികാരിയുടെ ആഡംബരങ്ങൾ നോക്കുകയാണെങ്കിൽ ലോകത്തെ ഏറ്റവും സമ്പന്നരായ വ്യക്തികളോട് കിടപിടിക്കുന്ന ജീവിതശൈലിയാണ് കിം പിന്തുടരുന്നത്. നൂറുകണക്കിന് ലക്ഷറി കാറുകൾ, അത്യാധുനിക സൗകര്യങ്ങളുള്ള സ്വകാര്യ ട്രെയിനുകൾ, വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്യുന്ന മുന്തിയ ഇനം ഭക്ഷണങ്ങൾ, ഇവയെല്ലാം അദ്ദേഹത്തിന്റെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാണ്. ഏകദേശം 20ഓളം ആഡംബര വസതികളാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി അദ്ദേഹത്തിനുള്ളത്. ഇതിനു പുറമെ സ്വന്തമായി സ്വകാര്യ ദ്വീപുകളും വിനോദത്തിനായി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർമ്മിച്ച അത്യാഡംബര നൗകകളും അദ്ദേഹത്തിനായുണ്ട്. രാജ്യം സാമ്പത്തിക ഉപരോധങ്ങൾ നേരിടുമ്പോഴും ഇത്തരം സുഖ സൗകര്യങ്ങൾക്കായി കോടിക്കണക്കിന് ഡോളറാണ് അദ്ദേഹം ചെലവഴിക്കുന്നത്. എന്നാൽ ഈ വർണ്ണാഭമായ ചിത്രത്തിന് പിന്നിൽ ദാരിദ്ര്യത്തിന്റെയും അടിച്ചമർത്തലിന്റെയും മറ്റൊരു യാഥാർത്ഥ്യമുണ്ട്. ഉത്തര കൊറിയയിലെ ഭൂരിഭാഗം ജനങ്ങളും കടുത്ത ഭക്ഷ്യക്ഷാമവും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും നേരിടുന്നവരാണ്. തലസ്ഥാനമായ പ്യോങ്യാങ്ങിലെ ചടുലമായ കാഴ്ചകൾക്കപ്പുറം ഗ്രാമപ്രദേശങ്ങളിൽ വൈദ്യുതിയും ശുദ്ധജലവും പോലും ഒരു സ്വപ്നമാണ്. സർക്കാർ നൽകുന്ന റേഷൻ വിഹിതത്തെ ആശ്രയിച്ചാണ് വലിയൊരു വിഭാഗം ജനങ്ങൾ ജീവിക്കുന്നത്. കാർഷിക മേഖലയിലെ തകർച്ചയും പ്രതികൂല കാലാവസ്ഥയും പലപ്പോഴും രാജ്യത്തെ വറുതിയിലേക്ക് തള്ളാറുണ്ട്. ഭരണകൂടത്തിന്റെ കടുത്ത നിയന്ത്രണങ്ങളാണ് ഈ രാജ്യത്തിന്റെ മറ്റൊരു പ്രധാന സവിശേഷത. ജനങ്ങളുടെ വസ്ത്രധാരണം, മുടിവെട്ടുന്ന രീതി, സംസാരം എന്നിവയിൽ വരെ കൃത്യമായ ചട്ടങ്ങളുണ്ട്. വിദേശ സിനിമകളോ സംഗീതമോ ആസ്വദിക്കുന്നത് കടുത്ത ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. പുറം ലോകത്തെ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്താതിരിക്കാൻ ഇന്റർനെറ്റ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്ക് കർശന നിയന്ത്രണമുണ്ട്. രാജ്യത്തെ എതിർക്കുന്നവർക്കായി പ്രവർത്തിക്കുന്ന തടങ്കൽ പാളയങ്ങൾ അവിടുത്തെ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ നേർചിത്രമായി അന്താരാഷ്ട്ര സമൂഹം ചൂണ്ടിക്കാട്ടുന്നു. രാജ്യത്തെ എതിർക്കുന്നവർക്കായി പ്രവർത്തിക്കുന്ന തടങ്കൽ പാളയങ്ങൾ അവിടുത്തെ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ നേർചിത്രമായി അന്താരാഷ്ട്ര സമൂഹം ചൂണ്ടിക്കാട്ടുന്നു. ചുരുക്കത്തിൽ, അത്യാധുനിക മിസൈലുകളുടെയും സൈനിക ശക്തിയുടെയും പ്രകടനങ്ങൾക്കിടയിൽ സാധാരണക്കാരന്റെ വിയർപ്പും വിശപ്പും മറച്ചുവെക്കുന്ന ഒരു ഭരണകൂടമാണ് ഉത്തര കൊറിയയിലുള്ളത്. ഭരണാധികാരിയുടെ വിസ്മയിപ്പിക്കുന്ന ആഡംബരങ്ങൾ ആ രാജ്യത്തിന്റെ യഥാർത്ഥ അവസ്ഥയല്ല, മറിച്ച് അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയുടെ മുകളിൽ കെട്ടിപ്പൊക്കിയ വെറും പൊള്ളയായ മനോഹാരിത മാത്രമാണ്. കിമ്മിന്റെ ആഡംബര ജീവിതം വളരെയധികം അതിശയിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇത്രയും ദാരിദ്ര്യം ഉത്തര കൊറിയയിൽ എങ്ങനെ ഉണ്ടായി എന്നതിന്റെ ഉത്തരം കിമ്മിന്റെ ജീവിതത്തിൽ നിന്നും നമുക്ക് കണ്ടെത്താവുന്നതാണ്. ഉത്തര കൊറിയ എന്ന അടച്ചുപൂട്ടപ്പെട്ട രാജ്യത്തിന്റെ ഭരണാധികാരി കിം ജോങ് ഉന്നിന്റെ ജീവിതം ലോകത്തിന് എക്കാലവും ഒരു അത്ഭുതമാണ്. ജനങ്ങൾ ദാരിദ്ര്യത്തിലും കടുത്ത നിയന്ത്രണങ്ങളിലും കഴിയുമ്പോഴും കിം ജോങ് ഉൻ നയിക്കുന്നത് ലോകത്തെ ഏതൊരു ശതകോടീശ്വരനെയും വെല്ലുന്ന ആഡംബര ജീവിതമാണ്. ഈ വൈരുദ്ധ്യം തന്നെയാണ് അന്താരാഷ്ട്ര തലത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ഭരണത്തെയും ചർച്ചാ വിഷയമാക്കുന്നത്. കിമ്മിന്റെ വ്യക്തിഗത സമ്പത്ത് ഏകദേശം $5 ബില്യൺ വരുമെന്നാണ് കണക്കുകൾ പറയുന്നത്. ഇത് പ്രധാനമായും വരുന്നത് കൽക്കരി വ്യാപാരം, സൈബർ തട്ടിപ്പുകൾ, ആഡംബര വസ്തുക്കളുടെ കള്ളക്കടത്ത് എന്നിവയിലൂടെയാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ആഡംബരത്തിന്റെ കാര്യത്തിൽ കിമ്മിന് ഏറ്റവും പ്രിയപ്പെട്ടത് വാഹനങ്ങളാണ്. മെഴ്സിഡസ് ബെൻസ്, റോൾസ് റോയ്സ്, ലാൻഡ് റോവർ തുടങ്ങിയ ലോകോത്തര ബ്രാൻഡുകളുടെ ഒരു വലിയ ശേഖരം തന്നെ അദ്ദേഹത്തിനുണ്ട്. അന്താരാഷ്ട്ര ഉപരോധങ്ങൾ നിലനിൽക്കുമ്പോഴും രഹസ്യപാതകളിലൂടെ ഈ വാഹനങ്ങൾ ഉത്തര കൊറിയയിൽ എത്തിക്കുന്നത് വലിയ ചർച്ചയായിരുന്നു. യാത്രകൾക്കായി അദ്ദേഹം ഉപയോഗിക്കുന്നത് അതിസുരക്ഷാ സംവിധാനങ്ങളുള്ള ഒരു സ്വകാര്യ ട്രെയിനാണ്.
വെടിയുണ്ടകളെയും സ്ഫോടനങ്ങളെയും പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഈ കവചിത ട്രെയിനിൽ അത്യാധുനിക കമ്മ്യൂണിക്കേഷൻ സിസ്റ്റങ്ങൾ, മീറ്റിംഗ് റൂമുകൾ, ബെഡ്റൂമുകൾ, മുന്തിയ ഇനം വിദേശ മദ്യങ്ങളും ഭക്ഷണവും വിളമ്പുന്ന റെസ്റ്റോറന്റുകൾ എന്നിവയുണ്ട്. ഇതിനു പുറമെ എയർഫോഴ്സ് 1 മാതൃകയിലുള്ള ഇല്യൂഷൻ 62 എന്ന സ്വകാര്യ വിമാനവും അദ്ദേഹത്തിനുണ്ട്. ചമ്മക്സെ 1 എന്നാണ് അദ്ദേഹം ഇതിന് പേരിട്ടിരിക്കുന്നത്. കിമ്മിന്റെ താമസ സൗകര്യങ്ങൾ നോക്കിയാൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 13ലധികം രഹസ്യ കൊട്ടാരങ്ങൾ അദ്ദേഹത്തിനുണ്ട്. ഇതിൽ പലതും കടൽ തീരങ്ങളോടും മലനിരകളോടും ചേർന്ന് സ്ഥിതി ചെയ്യുന്നവയാണ്. വോൺസാൻ എന്ന സ്ഥലത്തുള്ള അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട വസതിയിൽ ഒരേ സമയം ആയിരക്കണക്കിന് ആളുകളെ താമസിപ്പിക്കാൻ കഴിയുന്ന സൗകര്യങ്ങളാണുള്ളത്. ഇതിനോടനുബന്ധിച്ച് സ്വന്തമായി സ്വകാര്യ ദ്വീപും ഏകദേശം $70 ലക്ഷം വിലമതിക്കുന്ന ആഡംബര ബോട്ടുകളും അദ്ദേഹത്തിനുണ്ട്. അമേരിക്കൻ ബാസ്കറ്റ്ബോൾ താരം ഡെന്നിസ് റോഡ്മാൻ ഒരിക്കൽ ഈ ദ്വീപിനെ വിശേഷിപ്പിച്ചത് ഇതൊരു 7 സ്റ്റാർ ഹോട്ടൽ പോലെയല്ല, അതിനും മുകളിലാണ് എന്നാണ്. അമേരിക്കൻ ബാസ്കറ്റ്ബോൾ താരം ഡെന്നിസ് റോഡ്മാൻ ഒരിക്കൽ ഈ ദ്വീപിനെ വിശേഷിപ്പിച്ചത് ഇതൊരു 7 സ്റ്റാർ ഹോട്ടൽ പോലെയല്ല, അതിനും മുകളിലാണ് എന്നാണ്. ഭക്ഷണ കാര്യത്തിലും കിം ഒട്ടും പിന്നിലല്ല. ജപ്പാനിൽ നിന്നുള്ള വാഗ്യു ബീഫ്, ഇറ്റാലിയൻ ചീസ്, ഇറാനിൽ നിന്നുള്ള കാവിയാർ തുടങ്ങിയവ അദ്ദേഹത്തിന്റെ ഭക്ഷണമേശയിൽ പതിവാണ്. മുന്തിയ ഇനം വിദേശ മദ്യങ്ങൾക്കായി മാത്രം വർഷം തോറും ദശലക്ഷക്കണക്കിന് ഡോളർ അദ്ദേഹം ചെലവഴിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിശിഷ്ടമായ സിഗരറ്റുകളും കോഫിയും ഇറക്കുമതി ചെയ്യുന്നു. ഇത്രയേറെ ആഡംബരങ്ങൾക്കിടയിലും സാധാരണ ഉത്തര കൊറിയക്കാരുടെ ജീവിതം കഠിനമാണ്. അവർക്ക് ലഭിക്കാത്ത എല്ലാ സ്വാതന്ത്ര്യവും സുഖ സൗകര്യങ്ങളും ഭരണാധികാരിക്ക് ലഭ്യമാണ്. തനിക്ക് ചുറ്റും ഒരു ദൈവിക പരിവേഷം സൃഷ്ടിക്കാനും അതിലൂടെ അധികാരം നിലനിർത്താനും ഇത്തരം ആഡംബര പ്രദർശനങ്ങൾ സഹായിക്കുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഉപരോധങ്ങളുടെ പൂട്ടുകൾക്കിടയിലും അതിസമ്പന്നനായി ജീവിക്കുന്ന കിം ജോങ് ഉൻ ആധുനിക ലോകത്തെ ഏറ്റവും വലിയ വിരോധാഭാസങ്ങളിൽ ഒന്നായി തുടരുന്നു. ഉത്തര കൊറിയയിൽ ജനങ്ങൾ കടുത്ത ദാരിദ്ര്യത്തിൽ കഴിയുമ്പോഴും കിം കുടുംബം മാത്രം ആഡംബരത്തിന്റെ കൊടുമുടിയിൽ ജീവിക്കുന്നത് ആ രാജ്യം പിന്തുടരുന്ന സമ്പൂർണ്ണ ഏകാധിപത്യ വ്യവസ്ഥിതിയുടെ ഫലമായാണ്. രാജ്യത്തെ സകല വിഭവങ്ങളും ഭരണാധികാരിയുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി വിനിയോഗിക്കപ്പെടുന്നു എന്നതാണ് ഇതിന്റെ അടിസ്ഥാനം. ഓഫീസ് 39 എന്നറിയപ്പെടുന്ന അതീവ രഹസ്യമായ ഒരു വിഭാഗം കിം ജോങ് ഉന്നിനു വേണ്ടി അന്താരാഷ്ട്ര തലത്തിൽ അനധികൃതമായി പണം സമാഹരിക്കുന്നുണ്ട്. സൈബർ ആക്രമണങ്ങൾ, സ്വർണ്ണക്കടത്ത്, വ്യാജ കറൻസി നിർമ്മാണം എന്നിവയിലൂടെ ലഭിക്കുന്ന ഈ പണം ജനങ്ങളുടെ ക്ഷേമത്തിനല്ല, മറിച്ച് ഭരണാധികാരിയുടെ കൊട്ടാരങ്ങൾക്കും വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ആഡംബര വസ്തുക്കൾക്കുമായാണ് ചെലവാക്കുന്നത്. മറ്റൊരു പ്രധാന സംഗതി അവിടുത്തെ സമാന്തര സമ്പദ് വ്യവസ്ഥയാണ്. രാജ്യത്തെ സാധാരണ ജനങ്ങൾ ഉപയോഗിക്കുന്ന വിനിമയ രീതികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ഭരണാധികാരിക്കും അദ്ദേഹത്തിന് ചുറ്റുമുള്ള ഉന്നത സൈനിക ഉദ്യോഗസ്ഥർക്കുമായി പ്രത്യേക സാമ്പത്തിക സ്രോതസ്സുകൾ നിലനിൽക്കുന്നുണ്ട്. അന്താരാഷ്ട്ര ഉപരോധങ്ങളെ മറികടന്ന് ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ അതിർത്തി കടന്ന് നിയമവിരുദ്ധമായി എത്തുന്ന ലക്ഷറി ഉൽപ്പന്നങ്ങൾ ഈ കുടുംബത്തിന്റെ കൈകളിലേക്ക് നേരിട്ടെത്തുന്നു. ജനങ്ങൾ കൃഷിഭൂമിയിൽ കഠിനാധ്വാനം ചെയ്യുമ്പോഴും അതിൽ നിന്നുള്ള ലാഭം മുഴുവൻ ഭരണകൂടം പിടിച്ചെടുക്കുകയും അത് സൈനിക ശക്തി വർദ്ധിപ്പിക്കാനും ഭരണാധികാരിയുടെ സുഖ സൗകര്യങ്ങൾക്കുമായി മാറ്റിവെക്കുകയും ചെയ്യുന്നു. ഇതിനു പുറമെ ജനങ്ങൾക്കിടയിൽ നടത്തുന്ന കടുത്ത ബ്രെയിൻ വാഷിംഗ് കിം കുടുംബത്തിന്റെ ആഡംബര ജീവിതത്തിന് ഒരു സുരക്ഷാ കവചമായി പ്രവർത്തിക്കുന്നു. ഭരണാധികാരിയെ ഒരു ദൈവതുല്യനായി കാണാൻ ജനങ്ങൾ നിർബന്ധിതരാകുന്നു. തന്റെ ആഡംബരങ്ങൾ ലോകത്തിനു മുന്നിൽ കരുത്തിന്റെ പ്രതീകമായി കാണിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ചോദ്യം ചെയ്യുന്നവരെയോ പ്രതിഷേധിക്കുന്നവരെയോ കുടുംബത്തോടെ ഇല്ലാതാക്കുന്ന ക്രൂരമായ ശിക്ഷാരീതികൾ നിലനിൽക്കുന്നതിനാൽ ദാരിദ്ര്യം അനുഭവിക്കുമ്പോഴും ജനങ്ങൾ നിശബ്ദരായിരിക്കാൻ പ്രേരിതരാകുന്നു. സ്വന്തം ജനതയുടെ പട്ടിണിയെ അവഗണിച്ചുകൊണ്ട് ഒരു കുടുംബം മാത്രം ഇത്രയേറെ ആഡംബരത്തിൽ കഴിയുന്നത് ആധുനിക ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ ഒരു വിരോധാഭാസമാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.